അസ്സലാമു അലൈക്കും. ഇന്നൊരു വെറൈറ്റി പഴംപൊരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും ഒരേപോലെ പൊരിച്ചാൽ ഒരു ഇതില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പിടി തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ. അത് പൊടി ഒന്ന് വലിയ പീസൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ബ്രെഡ് പൊടിയുള്ളവർക്ക് ബ്രെഡ് എടുക്കാം. ഞാൻ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, കുറച്ചും കൂടി ഒരു മൊരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പഴം നുറുക്കി വെച്ചിട്ടുണ്ട്. പഴം നമ്മൾ സാധാ പഴംപൊരിക്ക് പൊരിക്കണ പീസിലല്ല, പഴം മുറിച്ചിട്ട് ഒരു പീസ് നല്ല കനത്തിലെടുക്കുക. ഒരു പഴം കൊണ്ട് 3 പീസാക്കിയിട്ട് ഉള്ള രൂപത്തിൽ കുറച്ച് കട്ടിയിലെടുത്തിട്ട് മുറിച്ച് വെക്കണം. അങ്ങനെ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൽക്കൊരു തരി ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതും എടുത്ത് വെക്കുക. പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അരിപ്പൊടിയാണ്, മൈദപ്പൊടി വേണമെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് 3 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല മൊരിയായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെയും പഴം പൊരിച്ച് വെക്കാം. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അതിലെല്ലാം വെളിച്ചെണ്ണ. ഇനി നമുക്കത് ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയിട്ട് അത് അരിപ്പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് തേങ്ങയിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വറുക്കുക. അപ്പോൾ നന്നായിട്ട് ആകുമ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പിടിച്ച് വന്നാൽ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണത് ഫ്രൈ ചെയ്തെടുക്കാൻ. പഴമൊക്കെ ഒന്ന് വേവാനുള്ള ടൈമും പിന്നെ ഈ തേങ്ങയൊക്കെ പുറത്തുള്ളതല്ലേ, മുട്ടയൊക്കെ അതൊക്കെ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അതാ എല്ലതും അതേപോലെ മുട്ടയിൽ മുക്കി അരിപ്പൊടിയിൽ മുക്കി എന്നിട്ട് തേങ്ങയും കൂടി ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ എന്നും പഴംപൊരി എന്ന് പറയുമ്പോൾ ഈ മൈദമാവ് കലക്കി മുക്കിയിട്ടോ അരിപ്പൊടി മുക്കിയിട്ടൊക്കെ കഴിക്കണത് ഒന്നും കൂടെ ഡിഫറെൻ്റ് ആയല്ലോ. അതിന് വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതാണ്. എല്ലാവരും ചെയ്ത് നോക്കി. വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, നമുക്ക് വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല വിശപ്പൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമെല്ലാം ഉണ്ടാക്കി കഴിക്കപ്പോൾ വൈകുന്നേരത്ത്. ഇനി അത് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ ഒരു ഭാഗം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൊരിയിച്ചെടുക്കണം. എന്നിട്ട് എല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടോ. അപ്പോൾ നല്ല മൊരിയായിട്ട് വരുന്നുണ്ടല്ലോ. അതിൻ്റെ പുറം ഭാഗം തേങ്ങയൊക്കെ അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അത് ബ്രെഡ് പൊടി ഉണ്ടെങ്കിൽ ബ്രെഡ് പൊടി ആയാലും മതി കേട്ടോ. തേങ്ങയൊക്കെ ചിരകാൻ മടിയാണെങ്കിൽ ഞാൻ ചിരകിയത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയത് തേങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ എടുത്തത്. വേണ്ട, ഇങ്ങനെ മൊരിയായിട്ട് നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ചുമയൊക്കെ വരുന്നുണ്ട്, പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ചുമ വിട്ടു പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്യും.